ഹലോ മിസ് അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തകർത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ 5ാം ഫൈനലിൽ ഒരുങ്ങുകയാണ്. ഇന്നലെ ധരംശാലയിൽ വെച്ച് നടന്ന മത്സരത്തിൽ RCBയുടെ 254 എന്നൊരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് വെറും 162 റൺസിന് ഓൾ ഔട്ടായി പോവുകയായിരുന്നു. ഒരു നോക്കൗട്ട് പ്ലേ ഓഫ് മത്സരത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടോട്ടലാണ് ഇന്നലെ RCB ഉയർത്തിയത്. ആ ഒരു റെക്കോർഡ് ഇന്നലെ RCBയുടെ പേരിലായി. അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് മാർജിൻ വിൻ, അതായത് ഇതിനു മുമ്പ് 102 റൺസിന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിന് ഡൽഹിക്കെതിരെ 2008 നേടിയ വിജയമായിരുന്നു ഇതുവരെ ഒരു പ്ലേ ഓഫിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മാർജിൻ വിന്നിൽ വന്നത്. പക്ഷേ ഇന്നലെ ഗുജറാത്തിനെതിരെ 92 റൺസിന് ജയം കൂടി രണ്ടാമത്തെ മാർജിൻ വിന്നാണ് ഇന്നലെ RCB ഗുജറാത്തിനെതിരെ സ്വന്തമാക്കിയത്. ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ മറ്റാരുമല്ല, RCB ക്യാപ്റ്റനായ രജത് പട്ടിദാറാണ്. രജത് പട്ടിദാർ ഇന്നലെ 33 പന്തിൽ 5 4 9 6 ഉൾപ്പെടെ 93 റൺസ് എടുത്ത് RCB ഇന്നിങ്സിൻ്റെ നെടുന്തൂണായി മാറിയത് ക്യാപ്റ്റൻ തന്നെയായിരുന്നു. രജത് പട്ടിദാർ ഇന്നലെ മെല്ലെ തുടങ്ങി പതുക്കെ കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇന്നലെ ധരംശാലയിൽ കണ്ടത്. ഒരു സെഞ്ചുറി മിസ്സായെന്നുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. കാരണം സെഞ്ചുറി അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഓവേഴ്സ് കഴിയായിരുന്നു. നോട്ട് ഔട്ടാണ് ഇന്നലെ രജത് പട്ടിദാർ. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ RCB ബാറ്റിങ്ങിനൊക്കെ ആയിരുന്നു. RCBക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും കൂടിയാണ്. ജേക്കബ് ബത്തലിന് പകരം പ്രാവശ്യം വെങ്കടേഷ് അയ്യർ തന്നെയാണ് ഓപ്പണിംഗായി വന്നത്. അതൊരു നല്ല ഡിസിഷനാണെന്ന് തോന്നി. സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ബാക്ക് ടു ബാക്ക് 4 അടിച്ചാണ് വെങ്കടേഷ് അയ്യർ RCB ഇന്നിങ്സ് തുറന്നു വിട്ടത്. പിന്നത്തെ ഓവറിൽ നെക്സ്റ്റ് ഓവറിൽ കൈകിസ്റാബോയുടെ അവസാന പന്തിൽ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ക്യാച്ച് നൽകി വെങ്കടേഷ് അയ്യർ മടങ്ങുകയായിരുന്നു. 7 ബോളിൽ 3 4 1 6 ഉൾപ്പെടെ 19 റൺസാണ് ഇന്നലെ വെങ്കടേഷ് അയ്യർ ബാംഗ്ലൂരിന് വേണ്ടി നേടിയത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് നൽകാൻ ഇന്നലെ വെങ്കടേഷ് അയ്യറിന് സാധിച്ചു. പിന്നീട് വൺഡൗണായി വന്ന ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 72 റൺസിന് കൂട്ടുകെട്ടാണ് RCBക്ക് വേണ്ടി നേടിയത്. പവർ പ്ലേ തന്നെ RCB സ്കോർ ഇരുവരും കൂടി 76 എത്തിക്കുകയും ചെയ്തു. എന്നാൽ 9ാം ഓവർ എറിയുമെന്ന ജേസൺ ഹോൾഡർ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലിനും ആ ഓവറിൽ തന്നെ മടക്കി ഗുജറാത്തിനെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. വിരാട് കോഹ്ലി ഇന്നലെ 25 പന്തിൽ 5 4 1 6 ഉൾപ്പെടെ 43 റൺസും, അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ 19 പന്തിൽ 5 4 മാത്രം ഉൾപ്പെടെ 30 റൺസാണ് RCBക്ക് വേണ്ടി നേടിയത്. നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാം മത്സരത്തിൽ റാഷിദ് ഖാനും അതുപോലെ തന്നെ ജേസൺ ഹോൾഡറും ചേർന്ന് RCBയെ ഒതുക്കുന്ന കാഴ്ച കണ്ടതാണ്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചെങ്കിലും കളി മറിയായിരുന്നു വേണമെങ്കിൽ പറയാം. ആദ്യത്തെ, അതായത് ഇരുവിന് പുറത്തതിന് ശേഷം പിന്നെ വന്ന 2-3 ഓവറിലൊക്കെ RCB ബാറ്റർമാരായ കുണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ രജത് പട്ടിദാറും റൺസ് കണ്ടെത്താൻ പാടുപെടുന്നുണ്ട്. കാരണം ഒരു ടച്ചായി വരാൻ കുറച്ച് ടൈം എടുത്തു ക്യാപ്റ്റൻ രജത് പട്ടിദാറും കുണാൽ പാണ്ഡ്യയും. ഏകദേശം 13-14 ഓവർ വരെ കിടന്നു 130-140 ആ ഒരു റേഞ്ചിലായിരുന്നു RCB ഇന്നിങ്സ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ പുറത്താക്കാൻ കിട്ടിയ ചാൻസ് ഗുജറാത്ത് ഫീൽഡർമാർ കളഞ്ഞു വിളിക്കുകയായിരുന്നു. സ്കോർ 14 നിൽക്കെ ബട്ട്ലറിന് ഒരു ചാൻസ് കിട്ടണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. നല്ലൊരു ബാക്കിലോട്ട് ഹൈ പോയ സാധനം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സ്കോർ 20 നിൽക്കെ റബാഡ് ഒരു സിമ്പിൾ ക്യാച്ച് മിസ്സായി കളയുന്നു. അത് ശരിക്കും മത്സരം കൈവിട്ടതിന് തുല്യമായിരുന്നു. രജത് പട്ടിദാർ ഒരു 20 റൺസിൽ മാത്രം നിൽക്കുകയാണ് ആ ഒരു ഡ്രോപ്പ് ക്യാച്ച് വന്നത്. പിന്നീട് അങ്ങോട്ട് പട്ടിദാറിൻ്റെ ഒരു കത്തിക്കൽ തന്നെയായിരുന്നു വേണമെങ്കിൽ പറയാം. 15ാം ഓവർ അറിയാൻ വന്ന കുൽവൻ കെജ്രോലിയ മത്സരത്തിൻ്റെ ഗതി തന്നെ മതിന് പറയാം. ആ ഓവറിൽ 28 റൺസാണ് പുള്ളി വിട്ടുകൊടുത്തത്. ആദ്യത്തെ ഓവറിൽ ഇവിടെ 3 റൺസ് മാത്രം വിട്ടുകൊടുത്തുന്ന മത്സരത്തിലാണ് ഗില്ല് വീണ്ടും കെജ്രോലിനെ പന്തേൽപ്പിച്ചെങ്കിലും അത് വലിയൊരു അബദ്ധമായി തോന്നി. കാരണം ഈ സീസണിൽ ആദ്യമായിട്ടാണ് കെജ്രോലിയ ഗുജറാത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ നടന്നതും ഇതുപോലൊരു നോക്കൗട്ട് മാച്ചിൽ. അപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ആയി തോന്നി കെജ്രോലിയെ വീണ്ടും പന്തേൽപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ 15ാം ഓവറിൽ ഒരു നോ ബോൾ, ഫ്രീ ഹിറ്റ്, വൈഡ് എല്ലാം അടക്കം 28 റൺസാണ് RCB ബാറ്റർമാർ ആ ഓവറിൽ നേടിയത്. 17ാം ഓവറിലെ ആദ്യ പന്തിൽ കൈകിസ്റാബോയുടെ കുണാൽ പാണ്ഡ്യ പുറത്തായെങ്കിലും മറുവശത്ത് രജത് പട്ടിദാറിൻ്റെ വെടിക്കെട്ട് ഇന്നിങ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൈകിസ്റാബോയുടെ മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ അതുപോലെ തന്നെ മിസ്റ്ററി സ്പിന്നറായ റാഷിദ് ഖാൻ എന്നിവരെല്ലാം തന്നെ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ ബാറ്റിങ്ങിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞു എന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം. ടിം ഡേവിഡ് പിന്നാലെ വന്നെങ്കിലും പ്രസിദ്ധ് കൃഷ്ണ അത് ബോൾഡാക്കി വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ജിതേഷ് ശർമ്മയും ക്യാപ്റ്റൻ പട്ടിദാറും ചേർന്ന് RCB സ്കോർ 250 കിടത്തായിരുന്നു. ഇരുവരും ചേർന്ന് 5ാം വിക്കറ്റിൽ 40 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. അങ്ങനെ പ്ലേ ഓഫിൽ ഒരു കൂറ്റൻ സ്കോർ ഗുജറാത്തിന് മുന്നിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ വെടിക്കെട്ട് ഇന്നിങ്സ് ആയിരുന്നു പട്ടിദാർ ഷോ തന്നെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ്
ഇന്നിങ്സ് ബ്രേക്കിൻ്റെ ഇടയിൽ ധർമ്മശാലയിൽ ലൈറ്റ് ഷോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ഒരു ഷോ ആയിരുന്നു പട്ടിദാർ ഷോ. അങ്ങനെ പട്ടിദാർ ഷോയും ധർമ്മശാലയിൽ ലൈറ്റ് ഷോയും എല്ലാം കഴിഞ്ഞ് ബട്ട്ലറിൻ്റെ ഗില്ലിൻ്റെയും ഷോ കാണാൻ നിന്ന ഗുജറാത്ത് ഫാൻസിനാകെ നിരാശയിലായിരുന്ന കാഴ്ചയാണ് കണ്ടത്. പവർ പ്ലേ തന്നെ ഗുജറാത്തിൻ്റെ കഥ വെച്ച് RCB ബോളർമാർ പവർ പ്ലേയിലെ വെറും 51 റൺസിന് 5 ഗുജറാത്ത് ബാറ്റർമാരെ കൂടാരം കയറ്റി RCB ബോളർമാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കിടിലൻ ബോളിംഗ് പഠനമാണെന്നുള്ള ബാംഗ്ലൂരിന് വേണ്ടി കാഴ്ചവെച്ചു. എടുത്തു പറയേണ്ടത് പവർ പ്ലേയിലെ അവസാന ഓർഡർ പറഞ്ഞാൽ റാക്ക് 6 സലന്താറിൻ്റെ ഓർഡറാണ്. ആ ഓർഡറിൽ ജേസൺ ഹോൾട്ടറിനെ അതുപോലെ തന്നെ നിഷാന്ത് സിന്ധുവിനെ മടക്കി റൺസൊന്നും വിട്ടു കൊടുക്കാതെയാണ് പുള്ളി ആ ഒരു ഓവർ അവസാനിപ്പിച്ചത്. അതായത് ഡബിൾ വിക്കറ്റ് മെയ്ഡിനായിട്ടാണ് പവർ പ്ലേയിലെ അവസാന ഓവർ അവസാനിപ്പിച്ചത്. ഇതോടുകൂടി ഗുജറാത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. പിന്നീട് ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ തന്നെ റാഷിദ് ഖാൻ, KG റോബർട്ട് എന്നിവരെല്ലാം പെട്ടെന്ന് മടങ്ങിയോടുകൂടി ഗുജറാത്ത് സ്കോർ 88-8 എന്ന നിലയിലേക്ക് കൂപ്പുകയായിരുന്നു. ഗുജറാത്ത് വൻ ഒരു തോൽവി കണ്ട നിമിഷം, അതായത് IPL പ്ലേ ഓഫിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മാർജിൻ വിൻ RCB നേടുമെന്ന് തോന്നിച്ച നിമിഷം. പക്ഷേ രാഹുൽ തെവാട്ടിയ അതിനനുവദിച്ചില്ല. 9ാം വിക്കറ്റിൽ രാഹുൽ തെവാട്ടിയ മുഹമ്മദ് സിറാജിനെ കൂട്ടുപിടിച്ച് 68 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഗുജറാത്തിനെ വലിയൊരു തോൽവിയിൽ നിന്ന് രക്ഷിച്ചെടുത്തെന്ന് പറയാം. ശരിക്കും തെവാട്ടിയുടെ ഒരു ഒറ്റയാൾ പ്രകടനം തന്നെയായിരുന്നു ഇന്നലത്തേത്. മത്സരം കൈവിട്ടു പോയെന്ന് ഒരു ഏകദേശം ഉറപ്പ് തന്നെയായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടി കളിക്കുന്ന സംഭവം എന്ന പോലെയായിരുന്നു ഇന്നലെ തെവാട്ടിയുടെ ഇന്നിങ്സ്. പക്ഷേ ഗുജറാത്തിനെ വലിയൊരു നാണക്കേടിൽ നിന്ന് ഇന്നലെ തെവാട്ടിയെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. തെവാട്ടിയെ ഇന്നലെ 43 പന്തിൽ 8 4 4 6 ഉൾപ്പെടെ 68 റൺസാണ് ഇന്നലെ ഗുജറാത്തിന് വേണ്ടി ഗുജറാത്തിൻ്റെ ടോപ്പ് സ്കോററായി മാറിയത്. എന്നാൽ 19ാം ഓവറിലെ ആദ്യ പന്തിൽ ഭുവനേശ്വർ കുമാർ രാഹുൽ തെവാട്ടിയെ പുറത്താക്കിയ ആ ഒരു ഒറ്റയാൾ പോരാട്ടം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഓവറിൽ കൃണാൽ പാണ്ഡ്യ മുഹമ്മദ് സിറാജിനെ പുറത്താക്കി ഗുജറാത്തിനെ സീൽ ചെയ്തെന്ന് പറയാം. 162 റൺസിന് ഗുജറാത്തിനെ വീഴ്ത്തി ഓൾ ഔട്ടാക്കി. അങ്ങനെ 92 റൺസിൻ്റെ ആധികാരിക ജയം സ്വന്തമാക്കി. വൻ രാജകീയ എൻട്രി എന്നൊക്കെ പറയുന്ന പോലെ ഫൈനലിലേക്ക് RCBയുടെ രാജകീയ എൻട്രി. 5ാം ഫൈനലിൽ ഒരുങ്ങിയാണ്. ഫൈനലിൽ ആരാണ് RCBയെ കാത്തിരിക്കുന്നത് കാണാൻ ഇനി 2 മത്സരം കൂടി കഴിയണം. ഇന്നത്തെ എലിമിനേറ്ററും അടുത്ത ക്വാളിഫയറും കൂടി കഴിഞ്ഞാൽ ഇനി RCBയുടെ എതിരാളികൾ ആരാണെന്നറിയാം. ഒരുപക്ഷെ ഗുജറാത്ത് തന്നെ വീണ്ടും വരും, അത് രാജസ്ഥാനോ സൺറൈസേഴ്സോ എന്നൊക്കെ നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ കണ്ടറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.